KCBC ശീതകാല സമ്മേളനം നടത്തപ്പെട്ടു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ശീതകാല സമ്മേളനം 2024 ഡിസംബർ 4 മുതൽ 5 വരെ പാലാരിവട്ടം POCയിൽ വെച്ച് നടത്തപ്പെട്ടു. കേരള കാത്തലിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗം KCBC വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ്റെ അധ്യക്ഷതയിൽ KCBC പ്രസിഡന്റ് മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. സഭയോട് ചേർന്ന് അൽമായ ശുശ്രൂഷകൾ സജീവമായി നിർവഹിക്കാനുള്ള ദൗത്യം അൽമായ സമൂഹത്തിനുണ്ടെന്നും സഭയും സമൂഹവും നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും പ്രാർത്ഥനയിലും ഐക്യത്തിലും അതിജീവിക്കാനാകുമെന്നും കാതോലിക്ക ബാവ പ്രസ്താവിച്ചു. സെക്രട്ടറി ജനറൽ ബിഷപ്പ് അലക്സ് വടക്കുംതല അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിശ്വാസ പ്രബോധന സംബന്ധ കാര്യാലയം പുറപ്പെടുവിച്ച ഡിക്ലറേഷൻ ഡിഗ്നിത്താസ് ഇൻഫിനിത്ത ആസ്പദമാക്കി ഡോക്ടർ ജേക്കബ് പ്രസാദും ഡോക്ടർ ഷാനു ഫെർണാണ്ടസും ക്ലാസുകൾ നയിച്ചു. തുടർന്ന് KCBC പ്രസിഡന്റ് മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലുമായി ഫാദർ തോമസ് തറയിലിനെയും KCBC വിമൻസ് കമ്മീഷൻ ജനറൽ സെക്രട്ടറിയായി തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ പട്ടം കത്തീഡ്രൽ അംഗമായ ഡോക്ടർ ജിബി ഗീവറീസിനെയും നിയമിച്ചു. സിനഡൽ കമ്മീഷൻ മീറ്റിംഗുകൾ നടത്തപ്പെട്ടു. സിനഡൽ കമ്മീഷൻ ഫോർ എക്യൂമിനിസം ആൻഡ് ഡയലോഗിൻ്റെ മീറ്റിംഗ് ഡിസംബർ 2 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെൻറ്ററിൽ വെച്ച് എക്യൂമിനിസം ആൻഡ് ഡയലോഗിൻ്റെ ചെയർമാൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് എക്യൂമിനിസം ആൻഡ് ഡയലോഗ് സെക്രട്ടറി ഫാദർ ജോർജ് തേക്കടയിൽ നേതൃത്വം നൽകി. സിനഡൽ കമ്മീഷൻ ഫോർ ഫെയ്ത്ത് ഫോർമേഷൻ്റെ മീറ്റിംഗ് ഡിസംബർ 3 കാതോലിക്കേറ്റ് സെൻറ്ററിൽ വെച്ച് ഫെയ്ത്ത് ഫോർമേഷൻ ചെയർമാൻ അഭിവന്യ തോമസ് മാർ യൗസേബിയൂസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് ഫെയ്ത്ത് ഫോർമേഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോസഫ് വള്ളിയാട്ട് നേതൃത്വം നൽകി. സിനഡൽ കമ്മീഷൻ ഫോർ ലെയ്റ്റിയുടെ മീറ്റിംഗ് ഡിസംബർ 3 കാതോലിക്കേറ്റ് സെൻറ്ററിൽ വെച്ച് സിനഡൽ കമ്മീഷൻ ഫോർ ലെയ്റ്റിയുടെ ചെയർമാൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് സിനഡൽ കമ്മീഷൻ ഫോർ ലെയ്റ്റി സെക്രട്ടറി ശ്രീ ജേക്കബ് പുന്നൂസ് IPS നേതൃത്വം നൽകി. സിനഡൽ കമ്മീഷൻ ഫോർ യൂത്തിൻ്റെ മീറ്റിംഗ് നവംബർ 30 കാതോലിക്കേറ്റ് സെൻറ്ററിൽ വെച്ച് യുവജന കമ്മീഷൻ ചെയർമാൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് സിനഡൽ കമ്മീഷൻ ഫോർ യൂത്ത് സെക്രട്ടറി ഫാദർ ഡോക്ടർ പ്രവീഷ് ജോർജ് നേതൃത്വം നൽകി. ജനറൽ ബോഡി മീറ്റിംഗ് നടത്തപ്പെട്ടു. സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടേഴ്സ്, ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്നിവരുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഡിസംബർ 3-4 തീയതികളിലായി കാതോലിക്കേറ്റ് സെൻറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു. സുവിശേഷ സംഘം ചെയർമാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, സുവിശേഷ സംഘം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ബെനഡിക്റ്റ് മൂഴിക്കര OAC, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സുവിശേഷ സംഘം ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ, സുവിശേഷ സംഘം ജോയിൻറ്റ് സെക്രട്ടറി സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM എന്നിവർ ക്ലാസുകൾ നയിച്ചു. സുവിശേഷ സംഘത്തിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അവലോകനവും പുതിയ പദ്ധതികളുടെ ചർച്ചകളും മീറ്റിംഗിൽ നടത്തപ്പെട്ടു. പ്രകാശനം ചെയ്തു. യേശുവിൻ്റെ തിരുഹൃദയത്തെ കേന്ദ്രമാക്കിയുള്ള പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനമായ ദി ലേക്സിത് നോസിൻ്റെ മലയാള പരിഭാഷയായ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു ഡിസംബർ 1 പട്ടം തിരുസന്നിധിയിൽ വെച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും KCBCയുടെ പ്രസിഡന്റുമായ മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. OCD മലബാർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ പീറ്റർ ചക്യാത്ത് OCD, പരിഭാഷകനും കാർമൽ പബ്ലിഷ് ഹൗസിൻ്റെ ഡയറക്ടറുമായ ഫാദർ ജെയിംസ് ആലക്കുഴിയിൽ OCD, ഫാദർ തോമസ് കുരിശിങ്കൽ OCD എന്നിവർ സന്നിഹിതരായിരുന്നു. ഗ്ലോറിയ കരോൾ മത്സരവും എക്യൂമിനിക്കൽ സംഗമവും. പൂനെ കട്കി സെൻറ്റ് എപ്രൈം ഭദ്രാസനത്തിലെ മുംബൈ വൈദിക ജില്ലയിലെ താനെ സെൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 8ാമത് ക്രിസ്മസ് കരോൾ മത്സരവും എക്യൂമിനിക്കൽ സംഗമവും ഡിസംബർ 1 താനെ ഹീരാനന്ദാനി ഡോക്ടർ കാശിനാഥ് കനേക്കർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പൂനെ കട്കി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയൂസ് മെത്രാപ്പൊലീത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഗീവറീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത ക്രിസ്മസ് സന്ദേശം നൽകി. ഗായകൻ ശ്രീ ജോബ് കുര്യൻ മുഖ്യ അതിഥിയായിരുന്നു. മുംബൈ, താനെ, കല്യാൺ, നവി മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്നായി 14 ടീമുകൾ പങ്കെടുത്തു. ബോറിവിലി സെൻറ്റ് തോമസ് ദേവാലയം 1ാം സ്ഥാനവും മുളുണ്ട് സെൻറ്റ് ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ദേവാലയം 2ാം സ്ഥാനവും കല്യാൺ വെസ്റ്റ് മാർത്തോമ സുറിയാനി ദേവാലയം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്രമീകരണങ്ങൾക്ക് ഇടവ വികാരി ഫാദർ സിറിൽ മൈക്കിൾ OAC, കൺവീനർ ശ്രീ ടിൻഡു ഡാനിയേൽ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
ആത്മ 2024 ദ്വിദിന ക്യാമ്പ് നടത്തപ്പെട്ടു. MCYM മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ ആത്മ 2024 നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ നിലയ്ക്കൽ സെൻറ് തോമസ് എക്യൂമെനിക്കൽ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ഭദ്രാസന പ്രസിഡന്റ് ശ്രീ റോഷൻ വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന ജനറൽ സെക്രട്ടറി ശ്രീ ജോബിൻ ജി ജോൺ സ്വാഗതം ആശംസിച്ചു. ഡയറക്ടർ ഫാദർ ജോൺ അയണുവേലിൽ, നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെൻറ്റർ ഡയറക്ടർ ഫാദർ ഷൈജു മാത്യു OIC, സിസ്റ്റർ ആനിമേറ്റർ സിസ്റ്റർ നിസീമ SIC, KCYM സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷിബിൻ ഷാജി എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ ഭദ്രാസനത്തിലെ 130ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. അസീസിയൻ സൗഹൃദ തീരം നടത്തപ്പെട്ടു. MCYM പാറശാല ഭദ്രാസന സമിതിയുടെ നേതൃത്വത്തിൽ അസീസിയൻ സൗഹൃദ തീരം ഡിസംബർ 1 കൊച്ചുപള്ളി സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര മേജർ സെമിനാരി വൈസ് റക്ടർ ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ ഭദ്രാസനത്തിലെ യുവജനങ്ങൾ ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന വിശ്വാസ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകി. തുടർന്ന് വിവിധ ഗ്രൂപ്പ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് നടത്തുകയും സൗഹൃദം പങ്കുവയ്ക്കലിലൂടെ സൗഹൃദ തീരം ഒരു സ്നേഹ കൂട്ടായ്മയായി മാറുകയും ചെയ്തു. ക്രമീകരണങ്ങൾക്ക് MCYM ഭദ്രാസന സമിതി നേതൃത്വം നൽകി. വചനവർഷ പരിശീലനം നടത്തപ്പെട്ടു. വചനവർഷത്തോടനുബന്ധിച്ച് പുത്തൂർ ഭദ്രാസനത്തിലെ ദക്ഷിണ കന്നഡ മേഖലയിലെ വിവിധ ഇടവകളായ ന്യൂജി ബാൽത്തില കത്തീഡ്രൽ, നെല്ലിയാടി, കൊടിമ്പാള എന്നീ ദേവാലയങ്ങളിൽ വെച്ച് വചനവർഷ പരിശീലന പദ്ധതികളും ലക്ഷ്യോദിവീനയും നവംബർ 27, 30, ഡിസംബർ 5 എന്നീ തീയതികളിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് വചനവർഷ ഭദ്രാസനതല ഡയറക്ടർ ഫാദർ തോമസ് കുഴിനാപ്പുറം നേതൃത്വം നൽകി. നിര്യാതയായി. ബദനി മിഷികാനുകരണ സന്യാസിനി സമൂഹം തിരുമൂലപുരം പ്രോവിൻസ് അംഗമായ സിസ്റ്റർ ബെഞ്ചമിൻ SIC ഡിസംബർ 1 നിര്യാതയായി. 78 വയസ്സായിരുന്നു. മുൻ ബദനി മിഷികാനുകരണ സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ ആയിരുന്നു. സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. സംസ്കാര ശുശ്രൂഷ ഡിസംബർ 2 തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലും മറ്റ് പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും തിരുവല്ല തിരുമൂലപുരം പ്രൊവിൻഷ്യൽ ഹൗസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ബദനി മിഷികാനുകരണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പ്രോവിൻസ് അംഗമായ സിസ്റ്റർ എയ്മാഡ് SIC ഡിസംബർ 3 നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ 2024 ഡിസംബർ 4 പൂനെ കട്കി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്തായുടെ കാർമ്മികത്വത്തിൽ തിരുവനന്തപുരം നാലാഞ്ചിറ ബദനി മഠം സെമിത്തേരിയിൽ നടത്തപ്പെട്ടു.